ഇന്നുണ്ടല്ലോ രാവിലെ ചായക്ക് മസാല ദോശ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കണേ. അങ്ങനെ നോക്കുമ്പോൾ ഉച്ചയ്ക്ക് കറി വയ്ക്കാനൊന്നുമില്ല. അപ്പോൾ ഇക്കോറ എന്തായാലും ബീഫ് വാങ്ങിക്കാമെന്ന്. അങ്ങനെ ബീഫ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങിയിരിക്കുമ്പോഴത്തേക്കും ഉമ്മച്ചേട്ടൻ എന്തോ സീരിയസ് ചർച്ചയിലാണ്. അങ്ങനെ ഞാനും അതുപോലെ തന്നെ നിതിമോളും പിന്നെ അഫിയും കൂടെ കയറിയിട്ട് കാറിലിരുന്നു. എന്തായാലും വെറുതെ പോകുന്നതാണല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങളും പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഉടുമ്പന്നൂരെത്തി. അവിടെ അന്വേഷിക്കുമ്പോൾ അവിടെ ലിവർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ തീർന്നു എന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ നിന്ന് അത് വാങ്ങി. പിന്നെ നമ്മൾ നേരെ കരിമണ്ണൂർക്ക് പോയിട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല ഫ്രഷ് ബീഫ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങിച്ചു നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അതിന് ശേഷമാണ് നമ്മൾ ചായ കുടിച്ചത്. മസാല ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചു. പിന്നെ അളിയൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലിവറൊക്കെ സെറ്റാക്കി. പിന്നെ അവർ 3 പേരും കൂടിയിട്ട്, അജ്മീറും ഇക്കായും അളിയനും കൂടിയിട്ട് കറിയും വെച്ചു കേട്ടോ. ഇത് പുറത്ത് നമ്മൾ ചട്ടിയിലാണ് കുക്ക് ചെയ്തത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞത് ആ കറി കോരുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിച്ചത്. പിന്നെ നമുക്ക് തൊടുപുഴ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും പിള്ളേരും അജ്മീറും ഇക്കായും കൂടെ കൂടിയിട്ടാണ് പോയത് കേട്ടോ. പിന്നെ നിതുമോളുടെ തലയൊക്കെ ഒന്ന് മുട്ടയടിച്ചിട്ടുണ്ട്.